എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം എങ്ങനെയാണ് നമ്മെ തന്നോട് അനുരഞ്ജനം ചെയ്തതെന്ന് ശ്രവിക്കാം. 2 Corinthians 5:21 പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈ അധ്യായത്തിൽ അനുരഞ്ജന ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് ചർച്ച ചെയ്യുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവം എങ്ങനെയാണ് ലോകത്തെ തന്നോട് അനുരഞ്ജനം ചെയ്തതെന്ന് വിശദീകരിക്കുന്നു. അനുരഞ്ജനം സാധ്യമാക്കുന്ന അവിശ്വസനീയമായ കൈമാറ്റത്തെ ഈ വാക്യം എടുത്തു കാണിക്കുന്നു. പാപരഹിതനായിരുന്ന യേശു മനുഷ്യരാശിയുടെ പാപഭാരം ഏറ്റെടുക്കുന്നു. അങ്ങനെ വിശ്വാസികൾ ദൈവം മുൻപാകെ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ വാക്യം പാപപരിഹാരത്തിൻ്റെ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് പാപികൾക്ക് വേണ്ടി പാപമായി തീർന്നുകൊണ്ട് യേശു അവരുടെ സ്ഥാനത്തെത്തി. യേശു പാപരഹിതനായിരുന്നിട്ടും ദൈവത്തിൻ്റെ നീതി നിറവേറ്റുന്നതിനും മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നതിനുമായി പാപത്തിനുള്ള ശിക്ഷ അവൻ വഹിച്ചു. ഈ അവിശ്വസനീയമായ കൈമാറ്റത്തിൻ്റെ ഫലമായി യേശുവിൽ വിശ്വസിക്കുന്നവർ നീതിമാന്മാരാക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിൽ. എന്തെന്നാൽ അവനെ നമുക്ക് വേണ്ടി പാപമാക്കിയിരിക്കുന്നു എന്നത് ദൈവം യേശുവിനെ പാപമാക്കാൻ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശു തന്നെ പാപം ചെയ്തു എന്നല്ല, മറിച്ച് അവൻ പാപത്തിൻ്റെ ഭാരവും ശിക്ഷയും വഹിച്ചു. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ ക്രൂശീകരണം അതിൻ്റെ ആത്യന്തികമായി പ്രകടനമായിരുന്നു. പാപമില്ലാത്തവൻ എല്ലാ പാപികളുടെയും കുറ്റവും ശിക്ഷയും ഏറ്റെടുക്കുന്നു. പാപം അറിയാത്തവൻ എന്നത് യേശുവിൻ്റെ പാപരഹിതതയെ ഊന്നിപ്പറയുന്നു. അവൻ പൂർണ്ണവും വിശുദ്ധവുമായ ജീവിതം നയിച്ചു. ഒരിക്കലും പാപം ചെയ്തില്ല. അവൻ്റെ പൂർണ്ണത ഉണ്ടായിരുന്നിട്ടും അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും പ്രകടമാക്കി. നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആക്കപ്പെടേണ്ടതിന് യേശു നമുക്ക് വേണ്ടി പാവമായി തീർന്നതിൻ്റെ ഉദ്ദേശം വിശദീകരിക്കുന്നു. യേശുവിൻ്റെ ബലിയിലൂടെ നാം നീതിമാന്മാരാക്കപ്പെടുന്നു. അത് നമ്മുടെ സ്വന്തം നീതിയല്ല, മറിച്ച് യേശുവിൻ്റെ പാപപരിഹാര വേല നിമിത്തം നമുക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ നീതിയാണ്. നമ്മുടെ പാപത്തിൽ യേശു സ്വീകരിക്കുന്ന മഹത്തായ കൈമാറ്റം നാം മനസ്സിലാക്കണം. നമുക്ക് അവൻ്റെ നീതി ലഭിക്കും. വിശുദ്ധവും ദൈവഹിതപ്രകാരവുമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ നാം ജീവിക്കുക. യേശുക്രിസ്തുവിലൂടെ ദൈവവുമായുള്ള അനുരഞ്ജനം സ്വീകരിക്കാൻ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം ലോകവുമായി നാം പങ്കിടണം. സ്നേഹപിതാവേ, വിശുദ്ധി, ദൈവവുമായുള്ള സമാധാനം, മറ്റുള്ളവരുമായി അനുരഞ്ജനത്തിൻ്റെ സന്ദേശം പങ്കിടാനുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ പുതിയ വ്യക്തിത്വത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.